എൻഗേജ്മെന്റും ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവിടെ വന്നവരൊക്കെ അവരവരുടെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി കുക്കി യുങ്കിനെ വിളിക്കുകയാണ്. ഒരുപാട് തവണ കുക്കി യുങ്കിനെ വിളിച്ചെങ്കിലും കുക്കിയുടെ കോള് യുങ്കി കട്ട് ചെയ്ത് കളഞ്ഞു. ഒടുക്കം അവസാന ശ്രമം എന്ന പോലെ കുക്കി വീണ്ടും വിളിച്ചു. കുക്കിയുടെ കോള് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കുക്കി ഇനിയും വിളിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചിട്ട് യുങ്കി ഒടുക്കം കോൾ എടുക്കുവാണ്. ഹലോ യുങ്കി ഏട്ടാ, ഞാനിത് എത്ര നേരം കൊണ്ട് വിളിക്കുന്നു, ഇപ്പോഴാണോ കോൾ എടുക്കുന്നത്? കുക്കി അത് പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അതാ കട്ട് ചെയ്തേ. അല്ല നീ എന്തിനാ വിളിച്ചേ? യുങ്കി ഏട്ടാ അത് പിന്നെ പപ്പ ബർത്ത്ഡേ പാർട്ടി ആണെന്ന് പറഞ്ഞിട്ട് ഇന്നിവിടെ. നീ ജിമിനും തമ്മിലുള്ള എൻഗേജ്മെന്റ് അല്ലായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. അപ്പോ യുങ്കിയുടെ നാട്ടിലാണോ? ഇവിടെ വന്നായിരുന്നോ? എന്നിട്ട് എന്താ എന്റെ അടുത്തേക്ക് വരാഞ്ഞേ? കുക്കി ഞാനിന്ന് രാവിലെ അവിടെ എത്തിയേ, അതും നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നിനക്ക് സർപ്രൈസ് തരാൻ. പക്ഷെ ഇതിപ്പോ എനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആയി പോയില്ലയോ? ഞാൻ അവിടെ വന്നതുള്ളത് ശരി തന്നെയാ, പക്ഷെ കണ്ടതൊക്കെ കണ്ടപ്പോ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി തിരിച്ചു പോന്നു. അപ്പോ യുങ്കിയുടെ ഇപ്പൊ നാട്ടിലല്ലേ ഉള്ളേ? ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ ഉള്ളേ. ഇനി നാളെ തിരിച്ചു പോകും. പിന്നെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ ഇനി അതോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കണ്ട. ഇല്ല യുങ്കിയേട്ടാ, ഒന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാം ഇവിടെ കൊണ്ട് തുടങ്ങണമെന്നേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞ ലീസ എന്ത് വിചാരിക്കും? ലീസേനെ ഓർത്തിട്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുന്നത്? അല്ലായിരുന്നെങ്കിൽ നീ അച്ഛൻ്റെ കൂടെ ഹാപ്പി ആയിരിക്കോ? അത് പിന്നെ കുക്കി, ഞാൻ നിന്റെ അടുത്താണ് ചോദിക്കുന്നത്. ആയിരിക്കും യുങ്കിയേട്ടാ. സത്യത്തിൽ ജിമിനേട്ടൻ പാവാണ്, സ്നേഹിക്കാൻ മാത്രമേ ആ പാവത്തിന് അറിയുള്ളൂ. നേരിട്ടല്ലെങ്കിലും ലീസ പറഞ്ഞിട്ട് എനിക്ക് ജിമിനേട്ടനെ കുറിച്ച് എല്ലാം അറിയാം. മതി കുക്കി, നിർത്ത്. ഞാൻ കണ്ടതല്ലേ അവനെ. നീ പേടിക്കണ്ട, മാരേജ് ഒന്നും നടക്കാൻ പോണില്ല. 2 വീക്സ് കൂടി ഒന്ന് ക്ഷമിക്കും. പിന്നെ ലിസയും 2 വീക്സ് കഴിഞ്ഞ് വരുമല്ലോ. ഞാനാണെങ്കിൽ ലിസയുടെ അടുത്ത് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു കൂടി എനിക്ക് അറിയത്തില്ല. എന്താണ് കുക്കി, നീ ഇങ്ങനെ പേടിക്കാതെ. ലിസ തന്നെ എന്തായാലും വെറുക്കാനൊന്നും പോണില്ല, കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. കുക്കി, നീ ഇവിടെ എന്ത് ചെയ്യാ? നമ്മുടെ കുക്കിയുടെ പപ്പയാണെങ്കിൽ ഡോറ് പോലും നോക്കിയാതെ റൂമിലേക്ക് കയറി വന്നു. കുക്കിയാണെങ്കിൽ പെട്ടെന്നൊന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട്, പപ്പയോ? ഞാൻ യുങ്കിയേട്ടനെ വിളിക്കായിരുന്നു. ഓ, എന്നിട്ട് കഴിഞ്ഞോ? എങ്കിലേ മോളാ ഫോണിങ് തന്നേക്ക്, ഇനി നിനക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് കുക്കിയുടെ കയ്യിലെ ഫോൺ പപ്പ തട്ടിപ്പറിച്ചെടുത്തു. ഇതൊക്കെ ഫോണിലൂടെ യുങ്കി കേൾക്കുന്നുണ്ടായിരുന്നു. ഒക്കെ കേട്ടിട്ട് യുങ്കിക്കാണെങ്കിൽ ആകെ സങ്കടമായി. കോളാണെങ്കിൽ പിന്നെ കട്ടായി പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം കുക്കിയുടെ വീട്ടിലേക്ക് ജിമിൻ വരുവാണ്. ആരിത്, ജിമിൻ മോനോ? അയ്യോ, കുക്കിയുടെ പപ്പ ഇവിടെ ഇല്ലല്ലോ. അത് ആന്റി. ഇപ്പോഴും നീ ആന്റി എന്നാണോ വിളിക്കുന്നത്? ഇനിയെങ്കിലും നിനക്ക് അമ്മന്ന് വിളിച്ചുകൂടായിരുന്നോ? അത് സോറി അമ്മ, ഞാൻ ജിയോണേനെ കാണാൻ വന്നായിരുന്നു. അവളിവിടെ ഇല്ലേ? ഓ, അവളെ കാണാൻ വന്നതാണോ? അവളിവിടെ തന്നെ ഉണ്ടെന്നേ, ഞാൻ വിളിക്കാം. അല്ലേ വേണ്ട, മോൻ തന്നെ അങ്ങോട്ട് ചെന്ന് കണ്ടോ, അവള് റൂമിലുണ്ട്. ഞാൻ നിനക്ക് കുടിക്കാൻ വല്ലതും എടുക്കാം. അല്ല പോയി. ഇനി ഞാൻ അവളുടെ റൂം എവിടെ ചെന്ന് തരാനാണ്? ഇതേ ടൈമാണെങ്കിൽ നമ്മുടെ സിനി കോളേജിൽ പോവാൻ വേണ്ടി അവളുടെ റൂമിൽ നിന്ന് സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് വരുവാണ്. ഇങ്ങേർക്കൊക്കെ വരാൻ കണ്ടൊരു നേരം കുക്കിയുടെ റൂമിലേക്ക് പോണോ വേണ്ടിയോ എന്ന് വിചാരിച്ച് ഒടുക്കം പോകാമെന്ന് തീരുമാനിച്ച് സ്റ്റെപ്സ് കയറാൻ വേണ്ടി ജിമിൻ അങ്ങോട്ട് തിരിഞ്ഞതും ജെനീനെ കണ്ട് ജിമിനൊരു ഡൗട്ടോടെ അവളെ നോക്കി. ഇവളെ ഞാൻ എവിടെയോ, എന്നാലും എവിടാണ്? ഇനിയിപ്പോ എൻഗേജ്മെന്റിനല്ലോ ആണോ? അതിനു മുന്നേ ഈ മുഖം, എന്റെ പൊന്നു കർത്താവേ, ഇങ്ങേർക്കെന്നെ മനസ്സിലാവാതിരുന്നാ മതിയായിരുന്നു. എന്തായാലും കാണാത്ത പോലെ പോവാ. ഹലോ, അതെ കുട്ടി, ഒന്ന് അവിടെ നിൽക്കുവോ? ഓ, മനസ്സിലായെന്ന് തോന്നുന്നേ. എന്റെ പൊന്നു കർത്താവേ, നിനക്ക് അവിടെ റേഞ്ചിന്റെ ആളെ കുഴപ്പമുണ്ടോ? ഞാൻ വിളിക്കുമ്പോൾ കേൾക്കത്തില്ലല്ലോ. നമ്മുടെ തന്നെയാണെങ്കിൽ ഒരു അവിഞ്ഞ തിരി പാസ്സാക്കി കൊടുത്തിട്ട് ജിമിൻ അങ്ങ് തിരിഞ്ഞു നോക്കി. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? താൻ ജെനിയല്ലേ? ജെനിയോ? ഏത് ജെനി? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഓ, അങ്ങനെ. ഞാൻ ഉദ്ദേശിച്ച ആളല്ലേ എന്ന് വിചാരിച്ച് ജിമിൻ മനസ്സിലൊന്ന് പൊട്ടിച്ചിരിച്ചെങ്കിലും ആ ചിരിയൊക്കെ ചുണ്ടിലടക്കി പിടിച്ചിട്ട്, അല്ല നീ എന്താ ഇവിടെ? ഇത് എന്റെ ഒരു അകന്ന ബന്ധുവായിട്ടുള്ള ചേച്ചിയുടെ വീടാണ്. അതെന്ത് റിലേഷൻ? റിലേഷൻ എന്ന് പറയുമ്പോ എന്റെ ഒരു വകയിലുള്ള അച്ഛന്റെ ഒരു മോളായിട്ട് വരും ഈ ചേച്ചി.
അല്ലാതെ നീയല്ലേ? ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ മോളെ പറ്റിയിട്ടാണ്. ഞാൻ അച്ഛന്റെ രണ്ടാമത്തെ മോളാ. ഇത്രയാകുന്ന ബന്ധുവോ? ശിശി എനിക്ക് ശരിയെന്നാ, ഞാനങ്ങോട്ട് കോളേജിൽ പോകാനുള്ളതാ. അല്ല, ഈ ജിയോണയുടെ റൂം മോളിൽ ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ ഫസ്റ്റ് കാണുന്നത് ചേച്ചിയുടെ. ജിമിൻ ഏതോ ലോകത്തിന്ന് പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന് അങ്ങനെ ചോദിച്ചപ്പോ പുറത്തേക്ക് ഓടുന്നതിനിടെ ജിനി അതിനെ തിരിഞ്ഞു പോലും നോക്കാതെ മറുപടി കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ജിമിൻ കുക്കിയുടെ റൂമിന്റെ മുന്നിൽ ചെന്നിട്ട് ഡോർ ഒന്ന് നോക്ക് ചെയ്തു. മമ്മി എന്നെ ഇങ്ങനെ വിളിച്ചോണ്ട് വരണ്ട, ഞാൻ കുറെ ആയാലോ പറയുന്നത് എനിക്ക് ഫുഡ് വേണ്ടെന്ന്. ഇതും പറഞ്ഞ് കുക്കി ബെഡിൽ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി വന്ന് വാതിൽ ഉറക്കുന്നു. മുന്നേക്കുന്ന ജിമിനെ കണ്ടിട്ട് അവളൊന്ന് ഞെട്ടി അവിടെ തന്നെ ഒരു നിമിഷം നിന്നുപോയി. പെട്ടെന്ന് ജിമിനെ കണ്ട ആ ഷോക്കില് അവളുടെ കിളിയൊക്കെ അങ്ങ് പറന്നുപോയായിരുന്നു. പറന്നുപോയ കിളിയൊക്കെ അതുപോലെ തന്നെ തിരിച്ചും വന്നു. ജിമിനേട്ടനോ? സോറി, ഞാൻ മമ്മിയാണെന്ന് കരുതിയിട്ട്. അതൊന്നും കുഴപ്പമില്ല. അല്ല, നീ ഫുഡ് കഴിച്ചില്ലേ? ഇല്ല, എനിക്കൊന്നും വേണ്ടാത്തോണ്ട്. വേണ്ടാട്ടോ? വേണ്ടെന്ന് കരുതിയിട്ട് ആരും ഫുഡൊന്നും കഴിക്കാതിരിക്കാൻ പാടില്ല. നീങ്ങ വന്നേ. ഇതും പറഞ്ഞ് കുക്കിയുടെ കൈയും പിടിച്ച് ജിമിൻ ഡൈനിങ് ഹാളിലേക്ക് പോയി. ഇപ്പോഴും നമ്മുടെ കുക്കിക്ക് കാര്യം വലുതായിട്ട് പിടിയിട്ടിട്ടില്ലേലും കുക്കിയുടെ കൈ പിടിച്ചിരിക്കുന്ന ജിമിന്റെ കയ്യിലേക്ക് നോക്കി അവള് അവന്റെ പിന്നാലെ നടന്നു. നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോ? മോന്റെ അമ്മ വിളിച്ചായിരുന്നു. മോനൊന്നും കഴിക്കാതാണോ വന്നേ? അത് പിന്നെ പുറത്തുനിന്ന് കഴിക്കാന്ന് കരുതിയിട്ടാ. ഇനി പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ട, ഇവിടുന്ന് കഴിച്ചാൽ മതി. ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം. ഈ മമ്മിക്ക് വഴിയെ പോണ മോനെയൊക്കെ കിട്ടിയാ പിന്നെ ഞങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്യൂല. ഇവിടെ ഒരുത്തി കഴിക്കാതിരിക്കുന്നുണ്ടെന്ന് ഭാവം പോലും ഇല്ലല്ലോ. മമ്മി, ഇവളും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇവ കൂടി എടുത്തേക്കണേ. അതൊക്കെ പറഞ്ഞ് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴേക്കും കുക്കിയുടെ മമ്മി ഫുഡും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ആദ്യം തന്നെ ജിമിന് സെർവ് ചെയ്ത് കൊടുത്തു. മമ്മിയുടെ ഓവർ ആക്ടിങ് കണ്ടിട്ട് കരി തുള്ളി കുക്കി മുഖം തിരിച്ചിരുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ ജിമിന് നല്ലപോലെ ചിരി വരുന്നുണ്ടായിരുന്നു. അതൊക്കെയാണെങ്കിൽ അവൻ ഒരു വിധത്തിൽ കടിച്ചു പിടിച്ച് അവന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കുക്കിക്ക് അവന്റെ പ്ലേറ്റ് എടുത്തിട്ട് വച്ചു കൊടുത്തു. അല്ല, ജിമിനേട്ടൻ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം, ഇതിപ്പോ താൻ കഴിക്കേ. ഇതും പറഞ്ഞ് കുക്കീനെ നോക്കി ജിമിൻ ചിരിച്ചു. വലിയെന്തോ പണി വരുന്നുണ്ടെന്ന് ജിമിന്റെ ചിരിന്ന് സ്മെല്ലടിച്ച കുക്കി തിരിഞ്ഞൊരു അവിഞ്ഞ ചിരി പാസ്സായി കൊടുത്തു. ശേഷം ഫുഡൊക്കെ കഴിച്ച് 3 പേരും ഹാളിലേക്ക് വന്നു. ജിയോണ, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നമുക്കൊന്ന് പുറത്തു പോയാലോ? അത് ജിമിനേട്ട, ഇവിടുന്ന് എന്താണ് നോക്കി? മോൻ ആദ്യമായിട്ടല്ലേ പുറത്തൊക്കെ പോകാൻ വിളിക്കുന്നത്? നിനക്ക് പോയാലെന്താ? പോയിട്ട് റെഡി ആയിട്ട് പെട്ടെന്ന് വാ. ഈ മമ്മീനെ കൊണ്ട്. ഇതും മനസ്സിലൊരു വിട്ടുകൊണ്ട് കുക്കി റൂമിലേക്ക് കയറിപ്പോയി. അങ്ങനെ ജിമിനും കുക്കിയും കൂടി പുറത്തേക്ക് പോയി. രണ്ടുപേരും ഒരു ബീച്ചിലേക്കാണ് പോയത്. രണ്ടുപേരും കാറിൽ നിന്ന് പരസ്പരം നോക്കി ചിരിക്കല്ലാതെ വേറൊന്നും മിണ്ടിയിട്ടില്ല. ഇതേ സമയം നാട്ടിലുള്ള യോങ്കിയുടെ അടുത്ത്. യോങ്കി, ഇനി എന്തോ ചെയ്യാനാ നിന്റെ പ്ലാൻ? എന്തേലുമൊക്കെ ചെയ്യണം. നീ ഇതും പറഞ്ഞ് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നേ. യോങ്കേട്ടന് എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ കൂടെ തന്നെ കാണും. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളൊക്കെ കെട്ടിയിട്ട് വേണം എനിക്കൊന്ന് കെട്ടാൻ. ചെക്കന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ? നിന്നെ ഞാൻ ഇവിടെ കെട്ടിയിടും, വേണ്ടൊരു മിണ്ടാതിരുന്നു. അല്ലേലും നമുക്കൊന്നും ഇവിടെ ഒരു വിലയില്ലല്ലോ. ഇല്ലെന്ന് തന്നെ കൂട്ടിക്കോ. യോങ്കി, ഇനി ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോ ഇവനെ തല്ലിക്കൊല്ലും. നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? വന്നേ, നമുക്കൊന്ന് പുറത്തു പോവാം. ഇതും പറഞ്ഞ് 3 പേരും കൂടി നേരെ ബീച്ചിലേക്ക് വിട്ടു. നിങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ, നമ്മുടെ കുക്കിംഗ് ജിമിനും ഇപ്പോഴും ആ ബീച്ചിൽ തന്നെ നിൽക്കുക. ഇനിയിപ്പോ ജിമിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ജിമിനേട്ടൻ എന്താ എൻ്റെ അടുത്ത് പറയാനുള്ളേ? എന്തിനാ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നേ? ഇനി എൻഗേജ്മെന്റ് കഴിഞ്ഞോണ്ട് അതിന്റെ പേരിൽ വഴക്ക് വരാനാണോ? ഞാൻ ഇനി ഒരിക്കലും നിന്നെ വഴക്കൊന്നും പറയത്തില്ല. എനിക്കതൊന്നുമല്ല നിന്നോട് പറയാനുള്ള. ഗ്രാൻഡ്മ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ എനിക്കും തോന്നി ഗ്രാൻഡ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ലിസ അവളെന്റെ ഫ്രണ്ടായിട്ട് തന്നെ എപ്പോഴും ഇരുന്നോട്ടെ. ഞങ്ങളുടെ ഫാമിലിക്കും അത് തന്നെ ആയിരിക്കും നല്ലത്. നിനക്കെന്നെ പറ്റി ലിസ പറഞ്ഞല്ലാതെ വേറൊന്നും അറിയില്ലല്ലോ. നീ ലിസേനെ കോളേജിൽ നിന്ന് കാണാൻ തുടങ്ങിയല്ലേ? എന്നാ ഞാൻ അവളെ ചെറുപ്പം തൊട്ടേ കാണുന്ന. എന്നും എൻ്റെ കൂടെ തന്നെയാണ് അവളും അവളുടെ ചേച്ചിയും പിന്നെ എൻ്റെ ചേട്ടനും. ലിസയ്ക്കോ? അവൾക്ക് ചേച്ചിയുണ്ടോ? എന്നിട്ട് എനിക്കറിയത്തില്ലല്ലോ. നിനക്കെന്നല്ല, ആർക്കും അറിയില്ല. എൻ്റെ പപ്പയും അവളുടെ പപ്പയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അതിലുപരി ബ്രദേഴ്സിനെ പോലെയാണ് അവർ കഴിഞ്ഞിരുന്നത്. ഒടുക്കം ബിസിനസ് പാർട്ട്നേഴ്സും. എൻ്റെ ചേട്ടനും അവളുടെ ചേച്ചിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ അതൊന്നും അവരാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തിനു ഞങ്ങളോട് പോലും പറഞ്ഞില്ല. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അനുന്ന പേര്. ചേച്ചിക്ക് എൻ്റെ ചേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. അത് ചേട്ടനോട് പറയുന്നതിന് മുന്നേ തന്നെ ഫാമിലിയിൽ അങ്ങ് പറഞ്ഞു. എല്ലാവരും കൂടി ചേട്ടനോടൊരു വാക്ക് പോലും ചോദിക്കാതെ അവരുടെ മാരേജ് ഫിക്സ് ചെയ്തു.
ഒക്കെ അറിഞ്ഞപ്പോ ചേട്ടനും ലിസയുടെ ചേച്ചിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അനുചേച്ചിയുടെ അടുത്ത് പോയിട്ട് ചേട്ടൻ തന്നെ പറഞ്ഞു. പിന്നെ കേട്ട ഷോക്കില് അനുചേച്ചി ആണെങ്കിൽ സൂസൈഡിന് ട്രൈ ചെയ്തു. പിന്നാണെങ്കിൽ നമ്മുടെ ഫാമിലിന് റിലേറ്റീവ്സിനൊന്നും ഇഷ്ടമില്ലാതായി. ചേച്ചിയും ചേട്ടനും അന്ന് തന്നെ ആരോടും പറയാതെ കൊറിയയില് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയി. അതിൽ പിന്നെ ഞാൻ എൻ്റെ ജിന്നേട്ടനെ ചേച്ചിനെ കണ്ടിട്ട് കൂടിയില്ല. അവരവിടെ സെറ്റിൽഡ് ആണെന്നാണ് അറിഞ്ഞ്. ജിന്നേട്ടൻ ചേച്ചി ഇത് ഞാൻ എവിടെയോ ഇവര് യുങ്കിയുടെ ഫ്രണ്ട്സാണ്, എനിക്കറിയാം. യുങ്കിയോ? അതാരാണ്? അന്ന് നമ്മൾ ബീച്ചിൽ നിന്ന് കണ്ടപ്പോ എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നില്ലേ, അതാണ് യുങ്കിയേട്ടൻ. കുട്ടിക്കാലത്ത് തൊട്ടുള്ള കൂട്ടാ ഞങ്ങള്, ലൈക്ക് മൈ ബെസ്റ്റ് ബ്രദർ. യുങ്കിയേട്ടൻ്റെ കൂടെ ചിന്നേട്ടനെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പിന്നെ കാണാതായപ്പോ ഞാൻ യുങ്കിയേട്ടൻ്റെ അടുത്ത് തിരക്കിയപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. ഇപ്പൊ അവര് കൊറിയയിൽ സെറ്റിൽഡ് ആണ്, ഒരു കുഞ്ഞുണ്ട്. പക്ഷേ ലിസയുടെ ചേച്ചിയാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. മമ്മിക്ക് നല്ല ആഗ്രഹമുണ്ട് അവരെ കാണാൻ, പക്ഷേ പപ്പ സമ്മതിക്കില്ല. പിന്നെ റിലേറ്റീവ്സിനൊക്കെ വെറുപ്പിച്ചതുകൊണ്ടും ലിസയുടെ ഫാമിലിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗ്രാൻഡ് അവളെ ഇഷ്ടപ്പെടേണ്ടെന്ന് പറയുന്നത്. ആലോചിച്ചപ്പോ എനിക്കും അതാ ശരിയെന്ന് തോന്നി. മേ ബി എനിക്ക് നിനക്ക് എന്നെയായിരിക്കും വിധിച്ചാണ്. ഓ അങ്ങനെ. അല്ല, ഇതിപ്പോ എന്താണ് പറഞ്ഞു വരുന്നത്? ലിസ എന്നും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും ജിയോണ. അതിൽ കൂടുതൽ ഒരു ഫീലിങ്സും ഇനി അവളോട് എനിക്ക് തോന്നില്ല, ഐ പ്രോമിസ് യു. പിന്നെ നിന്റെ ഭാഗം കൂടി കേൾക്കണമെന്നുള്ളതുകൊണ്ടാ ഇവിടേക്ക് കൊണ്ടുവന്നത്. നിനക്ക് ഈ മാരേജിനോടോ എന്നോടോ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. നിന്റെ സമ്മതമില്ലാതെ ഒന്നും നടക്കില്ല. അത് പിന്നെ ലിസ അവൾക്ക് ജിമിനാൻ ഇഷ്ടമാണ്. അതൊക്കെ സ്വപ്നത്തിൽ കൂടെ നടക്കാത്ത കാര്യമാണ്. നീ യുങ്കീനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ മാത്രമേ അവൾ എന്നെയും കാണത്തുള്ളൂ. അല്ലെന്നേ, എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ജിമിനേട്ടനെ അവൾക്ക് ശരിക്കും ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ, അത് വിട്. അവളെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, അതൊക്കെ ഞാൻ ശരിയായിക്കോളാം. നീ ഇത് പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ അതോ? ഈശ്വര, ഞാനിപ്പോ എന്താ പറയാ, ഈ മാരേജ് എങ്ങനെ നടന്നാൽ ലിസ എന്നെ കൊന്നു കളയാൻ വരെ ചാൻസ് ഉണ്ട്. എന്റെ യോഞ്ചോണെ, നീന് കേരളത്തിന്റെ പച്ചപ്പും ഹരിതാവും കണ്ടില്ലെന്ന് മാത്രം പറയല്ലേ, കൺകുളിർക്ക് കണ്ടോ? അല്ല ഹോപ്പേട്ടാ, നിക്കണതല്ലേ യുങ്കിയേട്ടന്റെ മൊയലും കുഞ്ഞ്. യുങ്കി ഞാൻ അറിയാതെ മൊയലിനെ വാങ്ങിയ. ദാണ്ട നോക്ക്, മൊയലൊന്നും അല്ല, നീ ഒരു ബിസ്ക്കറ്റിന്റെ കീഴിലുള്ള പെണ്ണില്ലേ. എന്താണ്? കുക്കി. ശരിയാണല്ലോ, അത് കുക്കിയാണല്ലോ. അതാരാണ് അവളുടെ കൂടെ? എനിക്കെങ്ങനെ അറിയാനാണ്? പോയി ചോദിക്ക്. നീ ഇവിടെ നിൽക്കുക, ഞാൻ യുങ്കിനെ വിളിച്ചോണ്ട് വരാം. ഞാനിപ്പോ ഇങ്ങനെയുള്ളൂ, എന്ത് പറയും? ഇതിപ്പോ കഴിച്ചിട്ട് തുപ്പാനും മതിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥയായല്ലോ. ഇനി ആലോചിച്ചിട്ട് പറയാന്ന് പറയാം, അതാകുമ്പോ കുറച്ച് ടൈം കിട്ടുമല്ലോ. ഇങ്ങനെ ആരെ നോക്കിയിരിക്കുക? ഇതാ ജെന്നിയുടെ ഫോട്ടോ സെറ്റ് ആണല്ലോ. ഹലോ, അതെ, താൻ എന്ത് നോക്കിയിരിക്കുക? അത് അവിടെ. എന്റെ ദൈവമേ, കണ്ടെന്നാ തോന്നുന്നു. അല്ല, നീ ആലോചിച്ച് കഴിഞ്ഞായിരുന്നോ? ഞാൻ ആലോചിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ആയി. അത് പിന്നെ ഞാൻ വകയില് കഴിഞ്ഞിട്ടാണോ ഡൗട്ട് തോന്നിയിട്ട് നോക്കിയതാ. അതെന്റെ ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തന്നോളാം. ഈ കുക്കി ആരാണെന്ന് അറിയാൻ പോണതേ ഉള്ളൂ. അയ്യോ കുക്കി, പോവല്ലേ? ഞാനിനി ഇതൊന്നും ഓർത്തിക്കത്തില്ല. സോറി കുക്കി, ഒന്ന് നിക്കി കുക്കി. താൻ പോടോ, താൻ ഇനി ഒന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. എടി അങ്ങനെയൊന്നും പറയാതെ ഒന്ന് നിക്കി.